നന്നേ തണുപ്പുള്ള ഉത്തരേന്ത്യൻ മാർച്ച് മാസം. ഈ യാത്ര വാരണാസിയിലേക്കാണ്. ദൈനംദിന ജീവിതത്തിന്റെ തിരക്കേറിയ ശബ്ദങ്ങളിൽ നിന്ന് ഒരു ചെറിയ രക്ഷപ്പെടൽ. കുട്ടിക്കാലത്ത് മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളിലെ വാരണാസിയും കാശിയും ഇന്നും മനസ്സിലുണ്ട്. ഗംഗാനദിയുടെ തീരത്ത് 1000 മണികൾ ഒരേ സമയം മുഴങ്ങിക്കേട്ടുകൊണ്ടുള്ള മനോഹരമായ ആരതി നമ്മുടെ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട സ്ഥലമാണെന്നും സമയം പുറകിലേക്ക് സഞ്ചരിക്കുന്നത് അവിടെ കാണാമെന്നും ജീവിതവും മരണവുമൊക്കെ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിയുടെ കണ്ടമിടറിയിരുന്നു. കാശി ഒരു കാഴ്ച മാത്രമല്ലെന്നും ചരിത്രമുറങ്ങുന്ന മണ്ണാണെന്നും പറയുമ്പോൾ ആ കണ്ണുകളിലൊരു പ്രത്യേക വെളിച്ചമുണ്ടായിരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഒരു ന്യൂഡൽഹി വാരണാസി യാത്ര. കൂടെ യാത്ര ചെയ്യാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. രണ്ട് മണിയോടുകൂടി വാരണാസിയിൽ എത്തിച്ചേർന്നു. ഇന്നൊരു അവധി ദിവസമായതിനാൽ തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേഷൻ. എല്ലാവരും കാശി കാണാൻ വന്നവരാകുമോ അറിയില്ല. ഒരു ചെറിയ ഓട്ടോറിക്ഷ പിടിച്ച് 2 ദിവസം താമസിക്കാൻ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് തിരിച്ചു. അധികം പുരോഗമനം എവിടേക്ക് വന്നിട്ടില്ല. പഴയ രീതിയിലുള്ള വഴികളും വണ്ടികളും ജീവിതശൈലികളും. ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ ഗലിയുടെ അറ്റത്താണ്. അത്രയും വരെ വണ്ടി പോകില്ല. കുറച്ചിറങ്ങി നടക്കാനുണ്ട്. ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു. അധിക സമയം ഇവിടെ നിൽക്കാനാകില്ല. ഒന്ന് ഫ്രഷായി വേഗം തന്നെ ഇറങ്ങണം. എഴുത്തുകാരനായ മാർക്ക് ട്വെയിൻ പറഞ്ഞത്, ബനാറസ് ചരിത്രത്തെക്കാൾ പഴക്കമുള്ളതാണ്, പാരമ്പര്യത്തെക്കാൾ പഴക്കമുള്ളതാണ്, ഇതിഹാസത്തെക്കാൾ പഴക്കമുള്ളതാണ്. ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഈ നഗരം ലോകത്തിലെ തന്നെ പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നാണ്. ഹിന്ദു മിത്തോളജി പ്രകാരം കാലാകാലങ്ങളായി ഹിന്ദുക്കളുടെ പരമമായ തീർത്ഥാടക കേന്ദ്രമാണ് കാശി അഥവാ വാരണാസി. വാരണാസിയിൽ മരിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾക്ക് പുനർജന്മ ചക്രത്തിൽ നിന്ന് മോക്ഷവും മോചനവും ലഭിക്കുമെന്നാണ് വിശ്വാസം. വാരണാസിയിലെ ഗംഗയ്ക്ക് മനുഷ്യരുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ശക്തിയുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ശിവന്റെയും പാർവതിയുടെയും വാസസ്ഥലമായ വാരണാസിയുടെ ഉദ്ഭവം ഇതുവരെ അജ്ഞാതമാണ്. 3000 വർഷത്തിലേറെ ഈ നഗരം പഠനത്തിൻ്റെയും നാഗരികതയുടെയും കേന്ദ്രമാണ്. ശ്രീ ബുദ്ധൻ ജ്ഞാനോദയത്തിനു ശേഷം തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലമായ സർനാഥിൽ നിന്ന് വെറും 10 കിലോമീറ്റർ അകലെയുള്ള വാരണാസി ഹിന്ദു നവോത്ഥാനത്തിൻ്റെ പ്രതീകമാണ്. അറിവ്, തത്വചിന്ത, സംസ്കാരം, ഭക്തി, ഇന്ത്യൻ കലകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം നൂറ്റാണ്ടുകളായി ഇവിടെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. ജൈന മതക്കാരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായ വാരണാസി 23ാം തീർത്ഥങ്കരനായ പാർശ്വനാഥന്റെ ജന്മസ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആനി ബെസന്റ് തന്റെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനമായി തിരഞ്ഞെടുത്തതും വാരണാസിയായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ സർവകലാശാലയായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയും ഇവിടെ താമസിച്ചിരുന്നു. പുണ്യനഗരമായി കണക്കാക്കപ്പെടുന്ന വാരണാസി ആദ്യകാലം മുതൽ തന്നെ വ്യാപാരത്തിനും വാണിജ്യത്തിനും പേരുകേട്ടതാണ്. പ്രത്യേകിച്ച് മികച്ച പട്ടുനൂലുകൾക്കും സ്വർണം, വെള്ളി ബ്രൊക്കേഡുകൾക്കും പേരുകേട്ടതാണ് ഇവിടം. വാരണാസിയിൽ ഓരോ കാഴ്ചയും ശബ്ദവും സംവേദനവും ഇന്ത്യയുടെ ആത്മീയതയുടെ ഹൃദയത്തിലേക്കുള്ളൊരു യാത്ര സൃഷ്ടിക്കുന്നു. ഇടുങ്ങിയ വഴികളിലൂടെ പോകുമ്പോൾ ക്ഷേത്രമണികൾ പ്രതിധ്വനിക്കുന്നത് കേൾക്കാനാകും. ഈ പോകുന്നത് ദശാശ്വമേധ ഘട്ടിലേക്കാണ്. വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ഗംഗാ ആരതി. കഥകളിലും മറ്റും കണ്ടും പറഞ്ഞു കേട്ട ആ കാഴ്ച ഇന്നിതാ നേരിട്ട് കാണാൻ പോകുന്നു.
വാരണാസിയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആയിരക്കണക്കിന് ഭക്തരെയും വിനോദസഞ്ചാരികളെയും വിസ്മയിപ്പിക്കുന്നൊരു കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണിവിടെ. ധാരാളം ചെറുതും വലുതുമായ ബോട്ടുകളുണ്ട് നദീതീരത്ത്. ഒറ്റയ്ക്കോ കൂട്ടമായോ ബോട്ട് യാത്ര നടത്താം. എൺപത് കട്ടുകളും കണ്ട് തിരികെ വന്ന് ഗംഗാ ആരതി നേരിട്ട് കാണത്തക്ക രീതിയിൽ ബോട്ടുകൾ നിർത്തിയിടും. ടിക്കറ്റ് എടുത്ത് മുൻനിരയിൽ സ്ഥാനം പിടിച്ചവരെയും കാണാം. ഒരു ചെറിയ ബോട്ടെടുത്ത് ഞങ്ങളും ആ ദൃശ്യവിരുന്നിന് സാക്ഷിയാകാൻ പോകുന്നു. അസ്തമയം അടുക്കും തോറും കട്ടുകൾക്ക് പ്രത്യേക ഭംഗിയാണ്. ഓരോ കട്ടുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ബോട്ടിലെ ഗൈഡ് ഞങ്ങൾക്കായി കഥകൾ വിവരിച്ചു തന്നു. ആ മനോഹരമായ യാത്ര ചെന്ന് നിന്നത് ആരതി നടക്കാൻ പോകുന്നിടത്ത് തൊട്ടു മുന്നിലായാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പുരോഹിതന്മാർ സമന്വയിച്ച ആചാരങ്ങൾ നടത്തുന്നു. പിച്ചള കൈത്താളങ്ങൾ താളാത്മികമായ ഒരു താളത്തിൽ മുഴങ്ങുന്നു. മന്ത്രങ്ങളുടെ കോറസ് ഗംഗാജലത്തിൽ നിന്ന് പ്രതിധ്വനിക്കുന്നു. കാറ്റിൽ മുഴുവൻ ചന്ദനത്തിൻ്റെയും പൂക്കളുടെയും ഒക്കെ സുഗന്ധം പരക്കുന്നു. ചുറ്റും മണികൾ മുഴങ്ങുന്നുണ്ട്. പരമ്പരാഗതമായ വസ്ത്രങ്ങൾ ധരിച്ചു വന്ന 7 പുരോഹിതന്മാർ ചേർന്ന് നടത്തുന്ന ആചാരങ്ങൾ. ഉയർന്ന പ്രകാശമാനമായ പിച്ചള വിളക്കുകൾ കൊണ്ട് ഗംഗാനദിയെ ആദരിക്കപ്പെടുന്നു. മണിമുഴക്കവും കത്തി നിൽക്കുന്ന ദിയയും മന്ത്രോച്ചാരണങ്ങൾ എന്നിവ സംയോജിച്ച് 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ആരതി ആഴമേറിയതും ആത്മീയവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കാഴ്ച. പല കെട്ടുകളിലും വൈകുന്നേരങ്ങളിൽ ഗംഗാ ആരതി ഉണ്ടെങ്കിലും ദശാശ്വമേധ് കട്ടിലെയാണ് ഏറ്റവും ശ്രദ്ധേയം. ആയതിനാൽ തന്നെ ഇവിടേക്ക് ആരതി കാണാൻ വലിയ ജനത്തിരക്കാണ്. മനുഷ്യരാശിയുടെ ആദ്യകാലങ്ങളിൽ മനുഷ്യൻ പ്രകൃതിയായിരുന്നു ആദരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ചരിത്രം തുടങ്ങുന്നതിന് മുമ്പേയുള്ള നഗരം എന്ന വിശേഷണമുള്ള ഇവിടം പിൽക്കാലത്ത് അതേ ആചാരങ്ങൾ നിലനിർത്തി പോകുന്നതുമാകാം. ആചാരരീതികൾക്ക് കാലത്തിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഗംഗാനദിയിലും അതിൻ്റെ അനന്തരഫലങ്ങൾ കാണാൻ സാധിക്കും. മലിനമാണ് നദി. മാലിന്യങ്ങൾ ഒഴുകി നടക്കുന്നുണ്ട്. ഗംഗാനദിയെ ആദരിക്കപ്പെടുന്നതിനോടൊപ്പം നദി സംരക്ഷണം കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
തിരികെ പോകുമ്പോൾ രാത്രി വഴിയോര കടകളെല്ലാം സജീവമാണ്. ഒരു ചെറിയ ലസ്സി ഷോപ്പിൽ കയറി. അവിടെ ലസ്സി എടുത്തു വെക്കുന്നത് കണ്ട് ആകർഷണം തോന്നി കയറിയതാണ്. നടന്ന് തളർന്നു വരുമ്പോൾ തണുത്ത ഒരു ലസ്സി കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. രാത്രി ഭക്ഷണത്തിനായി ഞങ്ങൾ പോയത് ഇവിടെ പ്രശസ്തമായ 1916 കഫേയിലേക്കാണ്. പഴയ കാലങ്ങളിലെ ഒരുപാട് ഉപകരണങ്ങൾ, ആൻറ്റിക്കുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, 1916 അൺഡിവൈഡഡ് ഇന്ത്യയുടെ മാപ്പും ഇവിടെ കാണാം. വാരണാസിയുടെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലായ വർഷമായിരുന്നു 1916. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുകയും ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്ത വർഷം. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഹാർഡിഞ്ച് ആയിരുന്നു സർവകലാശാലയുടെ ശിലാസ്ഥാപനം നടത്തിയത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട പൊതുപ്രസംഗം BHU ഉദ്ഘാടന വേളയിലായിരുന്നു. അന്നത്തെ ബനാറസ് സ്പീച്ച് ഏറെ വിവാദം സൃഷ്ടിച്ച ഒന്നായിരുന്നു. വിശപ്പിൻ്റെ ആധിക്യം കൂടി വന്നതിനാലാണോ എന്നറിയില്ല, നല്ല രുചിയുണ്ടായിരുന്നു എല്ലാ ഭക്ഷണങ്ങൾക്കും. ഇനി ഇവിടെ വരികയാണെങ്കിൽ ഭക്ഷണം ഇവിടുന്ന് തന്നെ എന്നുറപ്പിച്ചുകൊണ്ട് ഇറങ്ങി. ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി.